ആനന്ദ് കൊച്ചുകൂടി ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനപൂർവ്വം പറയുകയാണ്. വൈകുന്നേരം ശീതീകരിച്ച മുറിയിൽ കയറി ഇരുന്നുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നത് എനിക്ക് മോശം വാക്ക് പറയാൻ ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ഒരു വ്യക്തിയെ അനാവശ്യമായി ധൈര്യമില്ലാത്തവൻ, പേടിച്ചോടുന്നവൻ എന്ന രീതിയിലൊന്നും പറയരുത്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ 110 മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട് മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി നിങ്ങൾ ഈ ഭരണ സംവിധാനത്തിന് മിണ്ടുന്നുണ്ട്. വൈകുന്നേരം ചർച്ചയ്ക്ക് വന്ന് ആ കിട്ടാവുന്ന വലിയ വാക്ക് ഉപയോഗിച്ച് ആളുകളെ വിമർശിക്കുക, എന്നിട്ട് അത് ഫേസ്ബുക്കിലോ റീലിലോ ഇട്ടിട്ട് അതിന്റെ ലൈക്കും വേണ്ടി കുത്തിരിക്കുക. അതല്ല മാധ്യമപ്രവർത്തനം. നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ധൈര്യം അന്വേഷിക്കാനൊന്നും ആളായിട്ടില്ല മിസ്റ്റർ ആനന്ദ് കൊച്ചുകൂടി. ഒരു നഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ, നിങ്ങളുടെ മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ നഖം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയെ അങ്ങനെ വിമർശിക്കാൻ മാത്രം ആളായിട്ടില്ല. അത് തീർത്തു പറയാം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രം പറയണ്ട. രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിൽ, മുഴുവൻ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുക. ഇന്നലെ ഉത്തർപ്രദേശിലുള്ളത് നിങ്ങൾ ഈ പറയുന്നത് കേട്ടാൽ ഇത് കാണുന്ന ആളുകൾ വിചാരിക്കും രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. ഈ 151 മണ്ഡലങ്ങളിൽ എല്ലാ സ്റ്റേറ്റിലും രാഹുൽ ഗാന്ധി പോയി. അതിന് തൊട്ടുമ്പോൾ നിങ്ങൾക്കറിയാം 3 മാസക്കാലം മണിപ്പൂരിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? മണിപ്പൂരിൽ നിങ്ങൾ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? മണിപ്പൂരിനെ പറ്റി നിങ്ങൾ വലിയ മാധ്യമപ്രവർത്തകരല്ലേ? ആ മണിപ്പൂരിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഇറങ്ങി അവിടെ തോക്കുകൾ കൊണ്ട് കഥ പറയുന്ന ഇടത്തേക്ക് പോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട്. ആ രാഹുൽ ഗാന്ധി മനസ്സിലാക്ക്. സ്വന്തം അച്ഛന്റെ, സ്വന്തം മുത്തശ്ശിയുടെ ജീവനില്ലാത്ത ശരീരം കണ്ട രാഹുൽ ഗാന്ധിയുണ്ട്. ഇന്ത്യ രാജ്യത്തുടനീളം കടന്നുപോയ ഒരു രാഹുൽ ഗാന്ധിയുണ്ട്. ആസാമിൽ 5 തവണ ആക്രമിക്കപ്പെട്ടപ്പോഴും നിക്ഷോഭമായി ഒരു പ്രയാസവും കൂടാതെ ഫേസ് ചെയ്ത രാഹുൽ ഗാന്ധിയുണ്ട്. അയാളെ കൊണ്ട് നിങ്ങൾ പറഞ്ഞു മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ? ധൈര്യമില്ലാത്തതെന്ന് പറയാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. അത് അങ്ങനെ തന്നെ പറയാം. നിങ്ങൾ മനസ്സിലാക്കോ? എന്തെങ്കിലും വൈകുന്നേരം അവസരം കിട്ടിയത് ചർച്ച കയറിയിട്ട് നെറേറ്റീവ് നിങ്ങളായിട്ട് സൃഷ്ടിക്കരുത്. അത് കൃത്യം തന്നെ പറയാം. രാഹുൽ ഗാന്ധി സൗകര്യമുള്ളിടത്ത് മത്സരിക്കും. സൗകര്യമുള്ള കോൺഗ്രസ് തീരുമാനിക്കും രാഹുൽ ഗാന്ധിയോട് മത്സരിക്കണമെന്ന്. നിങ്ങൾ പറഞ്ഞല്ലോ വയനാട് ഇലക്ഷൻ കഴിയാൻ കാത്തു കടന്ന്. എന്റെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒരേ സമയത്തല്ലേ വയനാട്ടിലും അമേഠിയിലും മത്സരിച്ചത്? അമേഠിയിൽ മത്സരിക്കുന്ന പേര് രാഹുൽ ഗാന്ധിയുടെ 4,30,000 ഭൂരിപക്ഷം കുറഞ്ഞോ? എന്തെങ്കിലും വിളിച്ചു പറയുക. നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനം ഉണ്ടാവണം. വെറുതെ മാധ്യമപ്രവർത്തകൻ എന്ന ഒരു പേര് വെച്ചുകൊണ്ട് എന്തും പറയാനുള്ള അവസരമാക്കിക്കൊണ്ട് വൈകുന്നേരത്തെ ചർച്ച മാറ്റുന്നത്. ശരി.